ഈ പച്ചക്കറിയുടെയും പെട്രോളിന്റെയും കൂടെ വില കണക്കൂട്ടി വരുമ്പോ മട്ടൻ മേടിക്കലാണ് ലാഭം. പച്ചക്കറിക്കൊക്കെ ഇങ്ങനെ വില കൂടിയ മനുഷ്യന്റെ കുടുംബം തറവാടായി പോവും. മനസ്സിലായില്ല? രാമമൂർത്തി നാലാമൻ. നാലാമനോ? അതെ, പവിത്രനല്ലേ? അതെ. ആഹാ, നിങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു? ഇല്ല. ഈ രാമമൂർത്തിയുടെ കോളേജ് അഡ്മിഷന് വേണ്ടിയാണ് അവന്റെ അച്ഛന്റെ കള്ളവെപ്പ് ഞാൻ ഇട്ടതും പ്രിൻസിപ്പൾ രണ്ടിനെയും പിടിച്ച് പുറത്താക്കിയത്. ആ രാമമൂർത്തിയാണല്ലേ ഈ രാമമൂർത്തി? രവീന്ദ്രൻ 2 ദിവസം മുമ്പേ പറഞ്ഞിരുന്നു സ്വാമി വരുന്നുണ്ടെന്ന്. ആദ്യം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. അപ്പോഴേ ഇങ്ങനെ എന്നാ ശരിയാവൂല. അടുക്കളയിലോട്ട് കയറി ചായ എടു. നീ എടുത്താലെന്താ? ചായ കുളിക്കോ? പുളിക്കൊന്നും ഇല്ല, ഇന്ന് എന്റെ ഡ്യൂട്ടി അല്ലേ. തന്നെ താനെങ്കിൽ ചെയ്താൽ മതി. അല്ല, ഞാൻ വേണമെങ്കിൽ സഹായിക്കാം. വേണ്ട വേണ്ട, ആദ്യത്തെ ദിവസമായതുകൊണ്ട് സ്വാമിക്ക് ഇളവ് അനുവദിച്ചിരിക്കുന്നു. അധികം താമസിയാതെ കൊടുക്കും. അതെന്താ? ദേ മൂർത്തി, ഇവിടെ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ആഴ്ചയിൽ 2 ദിവസം ഡ്യൂട്ടി. ഞായറാഴ്ച എല്ലാവർക്കും തുല്യ പങ്കാളിത്തം, കോമൺ ഡ്യൂട്ടി. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്യുക, വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുക, പിന്നെ ഈ കക്കൂസും കുളിമുറിയും ഒക്കെ നല്ലപോലെ തേച്ച് കഴുകി ബ്രഷ് കൊണ്ടല്ലേ, കൈ കൊണ്ട്. പേടിക്കൊന്നും വേണ്ട, വൃത്തിയാക്കലൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് വന്നു കയറിയപ്പോഴേ മനസ്സിലായില്ലേ? ഇനി സ്വാമിയോട് വന്ന സ്ഥിതിക്ക് നമുക്ക് ടൈം ടേബിളിൽ ചെറിയൊരു മാറ്റം വരുത്തണം. മാറ്റമൊക്കെ വരുത്തിയിട്ട് എല്ലാം തനിയെ അങ്ങ് ചെയ്താൽ മതി. ഇനി എന്നെ കൊണ്ട് ചെയ്യേ പണി. അതെ സ്വാമി, ആ ബാങ്കിലെ തൂപ്പുകാർ സ്ത്രീയോട് പറഞ്ഞ് നല്ല ഒന്നാന്തരം ഒരു പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താമെന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ. ഇവൻ കേൾക്കില്ല. ഓ, എങ്കിൽ പിന്നെ സൗകര്യമായല്ലോ. നീയൊക്കെ ലീവ് എടുത്ത് വീട്ടിൽ തന്നെ കുത്തിയിരിക്കും. എനിക്കറിയാം. നീ ലീവ് എടുത്തിരുന്നോ? വേണ്ടത് ആരെങ്കിലും പറഞ്ഞോ? അല്ലേ മോൻ, ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഞാൻ ആ ചായക്കടക്കാരൻ നാരായണൻ നായരോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരാഴ്ചക്കകം നല്ല ബെസ്റ്റ് കുക്കിനെ ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുവരെ നമ്മുടെ ഒരു തലയിലെഴുത്ത്. ആള് നാറിയാണെങ്കിലും ആ മാത്യു പറയുന്നതാ കാര്യം. മൂർത്തി എന്നൊരു കുളിയൊക്കെ പാസ്സാക്ക്. അപ്പോഴത്തേക്ക് അവൻ ചായ ഇടും. പിന്നെ ചായ വേണം. ഇതൊക്കെ ഒരു ജാട. പെട്രോൾ തീർന്നെന്ന് തോന്നുന്നു. ഇവിടെ അടുത്താണ് പെട്രോൾ പമ്പ് ഉണ്ടോ? ഓ പാവം, ചെവി കേൾക്കാൻ വയ്യ. ഇവിടെ അടുത്താണ് പെട്രോൾ പമ്പ് ഉണ്ടോ? നീന രാജശേഖരനല്ലേ? അല്ല. LIC ജോലിയുള്ള രാജശേഖര സാറിന്റെ മകള്? അല്ല. കൺഫ്യൂഷനായി. ഗായത്രി മേനോൻ അല്ലെന്ന് പറഞ്ഞില്ലേ? കള്ളം പറയരുത്. ഗായത്രി മേനോൻ തന്നെ. ഞാൻ സമ്മതിക്കില്ല. കുട്ടി തന്നെ. നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. പിന്നെ എവിടെ? സിനിമാ തിയേറ്ററിൽ വെച്ച് കഴിഞ്ഞ ഞായറാഴ്ച കുട്ടി അജന്ത തിയേറ്ററിൽ വന്നില്ലേ? ഞങ്ങള് ശ്രീബാലയിലാണല്ലോ പോയത്. അതെ. കുട്ടിയുടെ പേരെന്താ? അനിത മേനോൻ. മിസസ് മേനോന്റെ മോളല്ലേ? മമ്മി എനിക്ക് നല്ലപോലെ അറിയാം. ഐ എം മാത്യു നൈനാൻ കോശി, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. അതായത് ഡോക്ടർമാർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ആള്. ഡോക്ടേഴ്സ് ഡോക്ടർ. ഇവരൊക്കെ ഫ്രണ്ട്സ് ആവുമല്ലേ? അതെ. എന്താ കുട്ടിയുടെ പേര്? എൽസി. ബസ് വന്നു, ഞങ്ങൾ പോട്ടെ. പിന്നെ മമ്മിയോട് പ്രത്യേകം പറയണം, ഒരു ദിവസം ഞാൻ അങ്ങോട്ട് വരും. എന്താടാ തൂക്കിട്ടിരിക്കുന്നത്? പാർട്ടി സമ്മേളനത്തിന് കൊടി തൂക്കുന്നത് പോലെ. അയ്യേ, ഇതെന്താ? അതെ, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ ഒരു നാട്ടുകാരൻ വരുന്നുണ്ടെന്ന്? അവന്റെതാ. നിന്റെ ഡബിൾ കോട്ടല്ലേ, അവനെയും കൂടെ കിടത്തണം. കിടത്തും. ഞാൻ ഡബിൾ ബെഡ് മേടിച്ചിട്ടിരിക്കുന്നേ എനിക്ക് വിശാലമായിട്ട് കിടക്കാനാ. എല്ലാം കൂടെ ഞാൻ വലിച്ചെടുത്ത്. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടായോ എന്നൊക്കെ ചോദിച്ചാ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ. ഇവനാണ് കോശി. ഇത് രാമമൂർത്തി. ഇവിടെ ഫെമിന ട്യൂട്ടോറിയൽ കോളേജിൽ വാദിയരായിട്ട് വന്നിരിക്കുക. അന്നാമ്മയും ശ്രീജമോളും പഠിക്കുന്ന ഫെമിന ട്യൂട്ടോറിയല്ല. ഇയാളെ പിടിച്ച് അവിടെ കയറി പറ്റാം. ഇരിക്കി. ഇവൻ എന്റെ ആത്മാർത്ഥ സ്നേഹിതനാ. ഇവന്റെ ഫ്രണ്ട് ആവുമ്പോ രാമമൂർത്തി എന്റെയും ഫ്രണ്ടാ. വി ആർ ഓൾ ഫ്രണ്ട്സ്. ഇനി ഒന്നും പേടിക്കാനില്ല. നമുക്ക് ഒരുമിച്ച് ഇവിടെ കിടക്കാം. നല്ലപ്പാണ്. എന്നാ ജോയിൻ ചെയ്യേണ്ടത്? നാളെ കൊള്ളാം. അല്ല, എല്ലാരും വേണാ മോന്താൻ? ചായ റെഡി. വാ, ചൂടായിട്ടൊരു ചായ കുടിക്കാം. വാ, യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ. പവിത്ര, മാത്യു, പാല് വന്നോ നോക്ക്. നിനക്ക് പോയാലെന്താ? മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. പവിത്ര, എന്നാ ഞാനാ പോയത്. മാറ്റി പോട്ടെ. ഇന്ന് എന്റെ ദിവസമല്ലേ? എങ്കിൽ എല്ലാവരും ഇന്ന് ചായ കുടിച്ചത് തന്നെ. എങ്കിലും ആരും ചായ കുടിക്കണ്ട. എന്നാ പിന്നെ ഞാൻ കോളേജിലേക്ക് പോവാ. അയ്യോ, സമയം നില്ലേ. ഞാൻ പള്ളിയിൽ പോണ വഴിയാ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഒരു സെക്കൻഡ്. രാവിലെ നടക്കല്ലേ?
ഇവന്റെ ഈ തിരക്ക് കണ്ടാത്തൊന്നും സ്വാമിയല്ല ഇവനാണ് പഠിപ്പിക്കാൻ പോണത്. ഇനി ആ കോളേജിലെ പെമ്പിള്ളരെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ മിക്കവാറും അവിടവും കുളവാക്കും. സ്വാമിയേ, തടി സൂക്ഷിച്ചോണ്ടേ. ഇറങ്ങട്ടെ. താങ്ക്സ്. വരട്ടെ. ഇവരൊക്കെ സ്റ്റുഡൻസാ ടീച്ചേഴ്സാ? കുട്ടികളാ, കണ്ടാ അറിയല്ലേ. ഞാൻ ഇല്ലേ, ചെല്ലട്ടെ? എന്താ ഇത്ര ധൃതി? ടൈം ആയില്ലല്ലോ. അയ്യോ, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. സ്വാമി, ഒരുപാട് നാളുകൊണ്ട് വിചാരിക്കുന്നു ട്യൂട്ടോറിയേക്കാൾ എന്നെ ആകമൊക്കെ ഒന്ന് ചുറ്റി കാണണമെന്ന്. ഞാനിവിടെ അയ്യോ, വരാല്ലേ? ഇന്ന് വേണ്ട. അപ്പൊ ഇനി ഒരു ദിവസം അല്ലേ? അതാ നല്ലത്. ആ, പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെ? അയ്യോ, ഞാൻ പുറത്തുനിന്ന് കഴിക്കാന്ന് വെച്ചു. പറ്റില്ല. ഭക്ഷണമൊക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ തന്നെ വന്ന് സ്വാമിയെ പിക്ക് ചെയ്ത് തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കാം. വൈകിട്ട് ഞാൻ തന്നെ വരും. അത് ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതൊക്കെയല്ലേ ഫ്രണ്ട്ഷിപ്പ്. അയ്യോ, ലേറ്റായി. വരട്ടെ. എന്റെ അമ്മോ, എന്നാ ഉരുപ്പടികളാ. ചുമ്മാ അല്ല സ്വാമി രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ഇറങ്ങുന്നത്. ഹലോ, ഞാൻ നിങ്ങളുടെ രാമൂർത്തി സാറിന്റെ ഫ്രണ്ടാണ്. എന്താ പേര്? പേരയ്ക്ക. രാമൂർത്തി സാറിന് ഇവിടെ നല്ല പേരാന്ന് തോന്നുന്നു. എന്റെ അമ്മേ, നീ എന്താ സദ്യ നടത്താൻ പോകുന്ന? എന്താ? നീ കളിക്കല്ലേ, 2 ആഴ്ചത്തോളം മലക്കറിയാണിത്. അല്ലെങ്കിലും അടുക്കള ഭരണം നിന്നെ ഏൽപ്പിച്ചാലേ മനുഷ്യ കുത്തുവാള എടുക്കും. എടാ, എന്തെങ്കിലും കഴിക്കുമ്പോ അല്പ സ്വല്പം രുചിയായിട്ട് കഴിക്കണം. അല്ലാതെ നക്കി പിശിക്ക് ഒരുമാതിരി പുളിവെള്ളം കുടിക്കുന്ന പോലെയല്ല. 2 കഷ്ണം കൂടുതൽ ഇട്ടെന്ന് ഞാൻ ഒന്നും സംഭവിക്കാനില്ല. ആഹാ, എന്നാലേ ദേ, നീ ഒരു കാര്യം ചെയ്യ്. ഇത് മുഴുവൻ കൂടെ എടുത്തിട്ട് ഇതെന്തിനാ? മുളക് പൊടി രുചി കൊടുത്തടാ. ദേ ഒരൊറ്റ കീറ് വെച്ചെന്നാണ്ടല്ലോ. തെണ്ടിന്റെ അച്ഛൻ കത്തി എടുത്തിട്ടാ. ദാ. എന്താ വാടേ രാവിലെ ഒരു കലബല? ഓ, ഇങ്ങ എത്തിയല്ലേ. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ചുറ്റലൊക്കെ കഴിഞ്ഞ് മാമുണ്ണാനിങ് എത്തിയാ മതിയായിരുന്നു. ഊണ് റെഡി ആയില്ലേ? നോക്കിക്കാതെ അരി എടുത്ത് കഴിയും അടുപ്പിലിടാ. നോക്കി നിൽക്കാൻ അരിയെടുത്ത് അടുപ്പത്തിരാൻ. അല്ല എന്നോടാണോ? ആ, അയ്യോ, ഈ അരി മുഴുവൻ വേണോ? പോടാ ദരിദ്രവാസി. ഇവനൊക്കെ തീറ്റി പറ്റണമെങ്കിൽ റേഷൻ കട തുടങ്ങണം. അല്ല, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. എന്താ? നമ്മുടെ താമസം കുറച്ചുകൂടി സിറ്റിക്ക് അടുത്തോട്ട് മാറ്റിയാലോ എന്ന്. ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? അല്ല, സിറ്റിക്ക് അടുത്താകുമ്പം സാധനങ്ങൾ വാങ്ങാനും നിങ്ങൾക്ക് ആഫീസിൽ പോകാനും ഒക്കെ സൗകര്യമാകും. എനിക്കിപ്പോ അവിടെ ആയാലും ഇവിടെ ആയാലും ഒരുപോലെ തന്നെ. നമ്മുടെ പട്ടര ട്യൂട്ടോറിയൽ കോളേജിനടുത്ത് രസ്യനൊരു വീട്, ടൂലറ്റ് എന്ന ബോർഡൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അയ്യടാ, അവിടെ ആവുമ്പോ നിനക്ക് ട്യൂട്ടോറിയൽ പോകുന്ന പെമ്പിള്ളരെ സൗകര്യമായിട്ട് ലൈൻ അടിക്കാമല്ലോ. എന്നിട്ട് വേണം നാട്ടുകാർ മേയാൻ. എടാ, നിനക്ക് പറ്റിയ സ്ഥലം മീൻചന്തയാ. ഒരു പായും തലേണ അവിടെ കൊണ്ടിട്ട് തരാം. ഇതൊന്നും പട്ടാള പറഞ്ഞോ? സ്വതന്ത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ മേലേ? വേണ്ടെങ്കിൽ വേണ്ട. ആ, അതാ നല്ലത്. അരി അരി ഇട്ടില്ലേടേ? വേഗം വാ. ദാ നോക്ക്. അയലത്തെറ്ററസിലൊരമ്പിളി വിടർന്നു, അലകടലായൻ മനമുണർന്നു. എന്തോ നടേ അവിടെ? സമാധാനമായല്ലോ, സന്തോഷമായല്ലോ. അതിന് ഞാനിപ്പോ എന്ത് ചെയ്തു? പട്ടി പുല്ല് തിന്നുകയും ചെയ്യത്തില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയും ചെയ്യത്തില്ല. ഇവന്റെ മുഖം കണി കണ്ട അന്നൊരൊറ്റ പെമ്പിള്ളര് വീഴത്തില്ല. എനിക്കും അങ്ങനെ തന്നെയാണ്. നീ വാടേ. എല്ലാം റെഡിയായിട്ട് ഉണ്ണാനാകുമ്പോ വിളിക്കട്ടാ. ആ, പോടാ അവിടുന്ന്.